ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഇതുവരെ ആമിസാർ നോക്കി, അതേപോലെ തന്നെ ഡു, ഡസ്, ഡിഡ്, അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം, അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫോം ചെയ്യാം, അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് പ്രയോഗിക്കുക, അതായത് നമ്മളുടെ സംസാരത്തിൽ ഈ സംഭവം നമ്മൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യമായിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ എൻഡ് ആവുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന്റെ അവസാനം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യമാണ്, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണം. നമ്മൾ എത്ര ഗ്രാമർ പഠിച്ചാലും എല്ലാ ആൾക്കാരും അറിയേണ്ടതും അല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, നല്ലപോലെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ഇന്നത്തെ കാര്യം തുടങ്ങാം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടെങ്കിൽ കഴിഞ്ഞ ദിവസവും നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പറയുക. അതായത് കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ എന്താണ്, പാസ്റ്റിലെ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കാര്യം നമ്മൾ എങ്ങനെ കഴിഞ്ഞ ഒരു കാര്യം എങ്ങനെ ചോദിക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിഡ് വെച്ചിട്ടാണ് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, ഞാൻ രാവിലെ എഴുന്നേറ്റു, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പറയാം, കണക്ട് ചെയ്തിട്ട് എങ്ങനെ പറയാം, അതിന്റെ കണക്ടേഴ്സ് എന്തൊക്കെയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഒരു കാര്യം ഡെയിലി നോക്കുകയാണെങ്കിൽ, അതായത് ഡെയിലി നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബുലറി നിങ്ങൾക്ക് മനസ്സിലാകുകയും, അതായത് അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുകയും നിങ്ങൾ ഒരുപാട് പറയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അതുവഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇത് നല്ല ഒരു എക്സസൈസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയാണ്ട് കഴിഞ്ഞു പോയൊരു ദിവസത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാൻ. അപ്പൊ ഇന്നലെ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു ദിവസത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. യെസ്റ്റർഡേ ഐ വോക്ക് അപ്പ് അറ്റ് 5 o'clock. അപ്പോ വേക്കപ്പ് എന്നല്ല ഞാനിവിടെ പറയുന്നത്, എങ്ങനെയാണ്, വോക്കപ്പ് എന്നാണ്. വോക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം, എഴുന്നേറ്റു. ഓക്കെ, റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഐ ഗോട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ റോസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, അത് ജസ്റ്റ് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക, ഒരു സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ അർത്ഥമാക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, പക്ഷെ വേക്ക് ചെയ്യുക അല്ലെങ്കിൽ വോക്ക് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു എന്നാണ്, വേക്ക് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാറുണ്ട് എന്നുള്ള മീനിങ് വരും. അപ്പൊ എന്താണ് അതിന്റെ മീനിങ് വരുന്നത്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെയാണ് അത് പറയുന്നത്. സോ ഐ വോക്ക് അപ്പ് അറ്റ് 5 o'clock. അപ്പൊ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റു. ആഫ്റ്റർ ദാറ്റ് ഐ പ്രേഡ് ഫോർ സം ടൈം. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചു. ഐ പ്രേഡ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എല്ലാം കഴിഞ്ഞു പോയതാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഐ പ്രേഡ് ഫോർ സം ടൈം. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറയുന്നത്. ദെൻ ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. അത് സാധാരണ എല്ലാവരും അത് തന്നെയാണ് ചെയ്യാറ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ബ്രഷ് ചെയ്യും അല്ലെ. ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ആൻഡ് ഐ വാഷ്ഡ് മൈ ഫേസ്. ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തു, ഞാൻ ബ്രഷ് ചെയ്തു. ബ്രഷ്ഡ് എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. ബ്രഷ് മൈ ടീത്ത് ആൻഡ് വാഷ്ഡ് മൈ ഫേസ്. ആഫ്റ്റർ ദാറ്റ് ഐ വൈപ്ഡ് മൈ ഫേസ്. ഞാൻ എൻ്റെ ഫേസ് എന്ത് ചെയ്തു, വൈപ്പ് ചെയ്തു, തുടച്ചു. അപ്പൊ ഞാൻ എഴുന്നേറ്റു, അതിനുശേഷം പ്രേ ചെയ്തു, ബ്രഷ് ചെയ്തു, ഞാൻ അതിനുശേഷം വാഷ് ചെയ്തു, എൻ്റെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തു, പിന്നെ അത് വൈപ്പ് ചെയ്തു. ഞാൻ വൈപ്ഡ് എന്നാണ് പറഞ്ഞത്. ഐ വൈപ്ഡ് മൈ ഫേസ്. ദെൻ ഐ വെന്റ് ടു കിച്ചൺ. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ കിച്ചണിലേക്ക് പോയി. അപ്പൊ പലർക്കും അത് പല പല കാര്യങ്ങളായിരിക്കാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക. ചില സമയത്ത് ചിലർ എന്ത് ചെയ്യും, ഐ റെഡ് ന്യൂസ് പേപ്പർ എന്നാവാം നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഐ ടുക്ക് ദ ഫോൺ ആൻഡ് ഐ ചെക്ക്ഡ് ദ മെസ്സേജ്. അല്ലെ, ഞാൻ എൻ്റെ ഫോൺ എടുത്തു, എൻ്റെ ചെക്ക് ചെയ്തു, മെസ്സേജ് ഒക്കെ ഞാനൊന്ന് ചെക്ക് ചെയ്തു. പലരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ, ആ ആക്ടിവിറ്റി അവിടെ ഫിറ്റ് ചെയ്യാവുന്നതാണ്, അവിടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്തത് ഇതാണ്. ഐ വെന്റ് ടു കിച്ചൺ ആൻഡ് ഐ പ്രിപ്പയർഡ് എ ടീ. ഞാൻ ടീ പ്രിപ്പയർ ചെയ്തു, ചായ ഉണ്ടാക്കി. അതേപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് അവിടെ പറയാ. മേക്ക് ദ ടീ എന്ന് പറയുന്നത് അത്ര ഒരു സ്വീകാര്യമായ കാര്യമല്ല. പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് അവിടെ പറയാം. ഐ പ്രിപ്പയർഡ് ടീ
and breakfast for my family. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ പ്രിപ്പയർ ചെയ്തു, അതേപോലെ തന്നെ ടീയും ഞാൻ ഉണ്ടാക്കി. ആഫ്റ്റർ ദാറ്റ് ഐ സെർവ്ഡ് ഇറ്റ് ടു ദ ഫാമിലി മെമ്പേഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാനത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് സെർവ് ചെയ്ത് കൊടുത്തു. ഐ ഗേവ് എന്ന് പറയുന്നതിന് പകരം ഐ സെർവ്ഡ്. അതായത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് സെർവ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ്ങിലേക്കാണ് വരിക. കൊടുത്തു, ഞാൻ അതൊക്കെ വിളമ്പി കൊടുത്തു എന്നുള്ള മീനിങ്ങിലേക്കാണ് വരുന്നത്. ഐ സെർവ് ടു മൈ ഫാമിലി മെമ്പേഴ്സ്. ആഫ്റ്റർ ദാറ്റ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹാഡ് എന്നുള്ളതാണ്. ഹാഡിന്റെ പ്രയോഗങ്ങൾ പലതും ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ കഴിച്ചു, ഭക്ഷിച്ചു എന്ന് പറയുന്നതിന്റെ മീനിങ്ങും അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഹാഡ് വെച്ചിട്ട് പറയാവുന്നതാണ്. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ദെൻ ഐ വെന്റ് ടു ഓഫീസ് ബൈ 8 o'clock. 8 മണിയോട് കൂടി എന്നുള്ളതാണ് നമ്മൾ ബൈ 8 o'clock എന്ന് പറയുന്നത്. ഞാൻ ഓഫീസിലേക്ക് പോയി. After that, I did my work. I called my staffs and gave instructions. അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്യുകയാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ എത്തി, ഞാൻ എൻ്റെ വർക്ക് ചെയ്തു, എൻ്റെ സ്റ്റാഫിന് ഞാൻ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. മിക്കവാറും അത് നമ്മളുടെ ജോലിയായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. സോ ഐ ഗേവ് ഇൻസ്ട്രക്ഷൻ ടു മൈ സ്റ്റാഫ്സ്. ആഫ്റ്റർ ദാറ്റ് അറ്റ് നൂൺ ടൈം. അപ്പൊ ഇത് പിന്നെ നമ്മളുടെ നൂൺ ടൈമിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെയാണോ പറയാനായിട്ട് പറ്റുന്നത് അതൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഐ കോൾഡ് മൈ husband and I talked to him. അപ്പൊ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും പറയാം. Then I prepared a letter and I drafted it or I mailed a letter. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. ജോലിയോട് അനുബന്ധിച്ച് നിൽക്കുന്ന എന്ത് കാര്യവും നമുക്ക് അവിടെ പറയാം. അല്ലെങ്കിൽ എന്താക്കിയാണോ നടന്നത് അതെല്ലാം നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. After that I had my lunch. Then again I did my work and by 5 o'clock I reached my house. അപ്പൊ ഒരു 5 മണിയോടുകൂടി ഞാൻ തിരിച്ചു വീട്ടിലേക്ക് എത്തി. Then I prepared tea and I had tea. അപ്പൊ ഞാൻ ടീ പ്രിപ്പയർ ചെയ്തു, അതിനുശേഷം ഞാനത് കുടിച്ചു, ഞാനത് കഴിച്ചു എന്നുള്ള മീനിങ്ങിലേക്ക് അത് വരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളതല്ല, ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ഓരോന്നും ഇതുപോലെ ഒരു പേപ്പറിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. ഇനി അതിന്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു സെന്റൻസ് എങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല, പ്ലീസ് അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്നിടുക. ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾക്ക് ഇതുപോലെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ആഡ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഒരു 30 days എല്ലാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ പറയാനായിട്ട് പറ്റും അല്ലെ. എല്ലാവർക്കും അതാണ് ആഗ്രഹം, കുറച്ച് ഫാസ്റ്റായിട്ട് ഇങ്ങനെ പറയണം, ഇങ്ങനെ വൊക്കാബുലറി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സസൈസ് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മളുടെ ഒരു ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു, ഞാൻ ഇങ്ങോട്ട് പോയി, അവിടെ കണ്ടു, ഇവിടെ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ വേറെ ഒരു എക്സസൈസും ഞാൻ സാധാരണ രീതിയിൽ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. ഇത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാ ദിവസവും ഇതിങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പൊ ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു 5 എണ്ണേ പറയാൻ പറ്റുള്ളൂ, എങ്കിലും കുഴപ്പമില്ല, നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. സെക്കൻഡ് ഡേ ആവുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് 6 sentences ആക്കാം, ദെൻ 8 sentences. അതങ്ങനെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോവാം. അറ്റ് ലാസ്റ്റ് ഒരു 30 days എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിനോട് അനുബന്ധിക്കുന്ന രീതിയിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക.